ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. തമ്പനയിൽ കണ്ട ചോദ്യമായിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക. സാറേ, ഞങ്ങൾക്ക് ഓണപ്പരീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് ഇപ്പോൾ സ്കൂളൊന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ, ചാപ്റ്റേഴ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാ സ്കൂളിലും ഒന്നാമത്തെ ചാപ്റ്റേഴ്സ് എത്തിയിട്ടുള്ളൂ. സോ ഒരു ഓണപ്പരീക്ഷയുടെ സിലബസ് ഒന്നും ഞങ്ങളുടെ ടീച്ചേഴ്സ് കവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഓണപ്പരീക്ഷ ഉണ്ടാവില്ലല്ലോ സാറേ. കാരണം സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ ഒരു വ്യക്തമായ മറുപടി ഞങ്ങൾക്ക് അതിനെപ്പറ്റി നൽകിയിട്ടില്ല. സാർ എന്താണ് സാർക്ക് തോന്നുന്നത് എന്നറിയാൻ വേണ്ടിയായിരിക്കും പല മക്കളും ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവുക. മക്കളെ, നിങ്ങളുടെ ഡൗട്ട്സിനും കൺസേൺസിനുമുള്ള പ്രോപ്പർ ഉത്തരം എൻ്റെ കൈവശമുണ്ട്. ഓണപ്പരീക്ഷ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും, അതിലൊരു സംശയവുമില്ല. സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കും കേരളത്തിലുള്ള +1 മക്കൾക്ക് ഓണപ്പരീക്ഷ നടക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാൻ നിർബന്ധമില്ല, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യത തീരെ കുറവാണ്. അതായത് ഓരോ സ്കൂളിലെ ടീച്ചർമാരും എടുത്ത ചാപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ഓണപ്പരീക്ഷ നടത്താൻ പോകുന്നത്. അല്ലാതെ ഗവൺമെന്റ് ഒരു സ്ട്രക്ചേർഡായ ടൈം ടേബിൾ നൽകിയിട്ട് ഗവൺമെന്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്തിട്ട് അതായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്നത്. സ്കൂളുകാർ നടത്തുന്ന പരീക്ഷയല്ലേ, അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നായിരിക്കും അടുത്ത മനസ്സിൽ വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. മക്കളെ, അങ്ങനെയുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റായ തോന്നൽ തന്നെയാണ്. സ്കൂളുകാർ നടത്തുന്ന പരീക്ഷയാണെങ്കിൽ പോലും ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾ ആദ്യമായി ഫേസ് ചെയ്യാൻ പോകുന്ന പരീക്ഷയാണ്. സോ എങ്ങനെയാണ് +1ന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, ഓരോ ചാപ്റ്റേഴ്സിനും എത്രത്തോളം വെയിറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ഓണപ്പരീക്ഷ എഴുതുമ്പോഴാണ്. സോ അതിന് അതിൻ്റേതായ പ്രാധാന്യം തന്നെയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും മികച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ പുതിയ സ്കൂളിലോട്ടാണ് കയറി ചെന്നിട്ടുള്ളത്. പുതിയ ക്ലാസ് റൂമാണ്, പുതിയ ടീച്ചേഴ്സാണ് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റുകളും ഹാൻഡിൽ ചെയ്യുന്നത്. ആ ടീച്ചേഴ്സിന് ഒരിക്കലും നീ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്നോ അല്ലെങ്കിൽ നിനക്ക് നല്ല കഴിവുണ്ടെന്നോ എന്നൊന്നും അറിയില്ല. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. സോ അവിടെ നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എത്രത്തോളം അടിപൊളിയായി പഠിക്കാൻ കഴിവുള്ളവരാണെന്നും നിങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാനുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഓണപ്പരീക്ഷ എന്ന് പറയുന്നത്, അഥവാ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. സോ ഗംഭീരമായിട്ട് പഠിച്ച് മികച്ചൊരു ഇംപ്രഷൻ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓണപ്പരീക്ഷയ്ക്ക് നന്നായി തന്നെ പഠിച്ചിരിക്കണം. പരീക്ഷ സെപ്റ്റംബറിലാണല്ലോ, സോ ഞങ്ങൾക്കൊരു ഓഗസ്റ്റ് അവസാന നിമിഷം ഞങ്ങളിരുന്ന് പഠിച്ചാൽ പോരെ എന്ന തോന്നലുണ്ടെങ്കിൽ ലാലേട്ടൻ നരസിംഹത്തിൽ പറയുന്ന പോലെ അതിമോഹമാണ് മോനെ അതിമോഹം. 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ അവസാന നിമിഷത്തിൽ പഠിക്കാമെന്ന് വെച്ചാൽ അത് നടപ്പില്ല മക്കളെ, അത് സാധിക്കില്ല മക്കളെ. മറിച്ച് ഇപ്പോൾ തന്നെ സ്ട്രക്ചേർഡായിട്ട് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു തുടങ്ങിയാലേ കാര്യമുള്ളൂ. ഇനി അടുത്തത്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടാവും മക്കളെ? ഞാൻ ഓപ്പൺലി പറയുവാണ്, ചാപ്റ്റേഴ്സ് നിങ്ങളുടെ സ്കൂളിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ 10 ചാപ്റ്റർ അല്ലെങ്കിൽ 6 ചാപ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ എൻ്റെ അറിവ് പ്രകാരം സെപ്റ്റംബർ മാസത്തിനകം അറൗണ്ട് 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിരിക്കണം എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഓർഡർ എന്ന് പറയുന്നത്. സോ ആ 4 ചാപ്റ്റേഴ്സ് എന്തായാലും നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് ആ 4 ചാപ്റ്റേഴ്സ് എന്നല്ലേ? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, അതുപോലെ തന്നെ ലോസ് ഓഫ് മോഷൻ. ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സാറേ, സ്കൂളിലെ ക്ലാസ്സുകൾ ഗംഭീരമാണ്, എനിക്ക് സ്ട്രക്ചേർഡായിട്ട് പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന നിരവധി മക്കളുണ്ടാവും. നിങ്ങൾ ഗംഭീരമായി തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോ, ഒരു പ്രശ്നമില്ല. ചില കുട്ടികളുണ്ടാവും, സാറേ സ്കൂളിലെ എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും എനിക്ക് ഒരുപോലെ മനസ്സിലാവുന്നില്ല, എനിക്ക് ചില സബ്ജക്റ്റുകളിൽ സംശയങ്ങളുണ്ട്, ഒരു തവണ കേട്ടാലൊന്നും എനിക്ക് പ്രോപ്പർലി തിരിയുന്നില്ല സാറേ, കാരണം ഞാൻ മലയാള മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുവാണ്. +1 ഫിസിക്സിലെ പല ടേംസും ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം, എങ്കിലേ ഓണപ്പരീക്ഷയ്ക്ക് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്ന മക്കൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ള ഏറ്റവും മികച്ച സൊല്യൂഷനാണ് സൈലത്തിൻ്റെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. സോ അഗ്നിയുടെ 2nd ബാച്ച് ഈ വരുന്ന ജൂലൈ 10ാം തീയതി നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഓണപ്പരീക്ഷ ഓറിയന്റഡ് ആയി തന്നെ ഗംഭീരമായ ക്ലാസ്സുകളാണ് ഈ അഗ്നി 2nd ബാച്ചിനകത്ത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അതും ആദ്യം മുതൽ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, എക്സാംസ്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സാണ് അഗ്നി ബാച്ചിനകത്ത് ഏറ്റവും അഫോർഡബിൾ ആയ പ്രൈസിൽ നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. സോ അടിപൊളിയായി നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി സൈലത്തിലെ മുഴുവൻ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെയുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്.